ശരിക്കും ഒരു ബോംബ് പൊട്ടണ ആ പ്രതീതിയിലുള്ള ഒരു തീയായിരുന്നു ഞാൻ മേളിലോട്ട് വന്നത്. അതിലൊരു അലർച്ചയും കേട്ടു. ശത്രുത എന്താണെന്ന് ഞങ്ങൾക്ക് ഇതുവരെയും മനസ്സിലാവുന്നില്ല. കൊന്നു കളയാനും മാത്രം എന്ത് ശത്രുതയാണെന്ന് മനസ്സിലാവുന്നു. ഞാൻ തിരിച്ച് ജീവനോടെ വരില്ല, എൻ്റെ മോളെ നോക്കിക്കൊള്ളണോ എന്ന് പറഞ്ഞു. സ്വന്തം മക്കൾ പഠിക്കുന്ന സ്കൂളിലെ ജീവനക്കാരുടെ വീട്ടിലേക്ക് അയാൾ ആ രാത്രി എന്തിനാണ് വന്നത്, പിന്നെന്താണ് ഈ വീട്ടിൽ സംഭവിച്ചത്? ഒരു അന്വേഷണത്തിലേക്ക്. അന്ന് ഏകദേശം ഒരു 8-നും 8:30 ഇടയ്ക്കായിരിക്കും തോന്നുന്നു. ഞാൻ കുളി കഴിഞ്ഞ് അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു ബോംബ് പൊട്ടണ ആ പ്രതീതിയിലുള്ള ഒരു തീയായിരുന്നു ഞാൻ മേളിലോട്ട് വന്നത്. അതിലൊരു അലർച്ചയും കേട്ടു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഓടി വന്ന് ഇവിടെ എത്തിയപ്പം തന്നെ ഞാനിവിടെ താഴോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ ആണാണ് ആദ്യം കിടന്നത്. അയാളെ ഈ വലത് ഭാഗം ഞാൻ കത്തിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അയാളെ തിരിച്ചിട്ടിട്ട് വീണ്ടും തീ കണ്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് സരിത അവിടെ കിടക്കുന്നത്. സരിത കിടക്കുകയായിരുന്നു. അപ്പോഴും ബോധമൊന്നുമില്ല. അപ്പോഴും മോളും ഓടി വന്നു. മോളം ഞാൻ ഇത് കണ്ട് അന്തം വിട്ട് സ്റ്റക്കായി നിൽക്കുകയായിരുന്നു. ഞാൻ ഒരു നിമിഷം സ്റ്റക്കായെങ്കിലും ഞാൻ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഓടിയപ്പോൾ അവിടെ ഒരു ഷീറ്റ് കിടന്നു. തകര ഷീറ്റ് ഉണ്ടായിരുന്നു. ഷീറ്റ് എടുത്ത് അങ്ങ് മൊത്തത്തിൽ കമത്തിയിട്ട് മോളെ വിളിച്ച് പറഞ്ഞു വെള്ളം കൊണ്ടുപോകാന്ന് പറഞ്ഞ് അലറി വിളിച്ചപ്പം മോൾ പെട്ടെന്ന് ഓണായി വെള്ളം കൊണ്ട് വീഴ്ത്തി. അങ്ങനെ അത് അണച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവിടെ കിടന്ന പുള്ളിക്കാരൻ നേരെ എഴിച്ച് നടന്നു പോകണമുണ്ട്. നടന്നു പോയി അയാൾ ആ കിണറ്റിന് വണ്ടിയിൽ ഒരു 2 സെക്കൻഡ് ഇരുന്നിട്ട് നേരെ അങ്ങ് കിണറ്റിൻ്റെ അകത്തോട്ട് ചാടുകയായിരുന്നു. അപ്പം ഞാൻ ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ എഴിച്ച് നിൽക്കുകയായിരുന്നു. ആ സമയത്ത് സരിത ഈ തറയിൽ കിടക്കുകയാണ്. സരിതയ്ക്ക് മൊത്തത്തിൽ അപ്പോഴും തന്നെ മൊത്തം ആ ചൂടേറ്റ ആളങ്ങ് ഡൗണായി. അപ്പം പിന്നെ ഈ വെള്ളം വീത്തിയിട്ട് പിന്നെ അവിടെ കിടന്ന് മാറ്റിയപ്പം പുള്ളി സംസാരിച്ചു തുടങ്ങി. സരിത സംസാരിക്കുകയായിരുന്നു. എന്താണ് സരിത പറഞ്ഞത്? സംസാരിച്ചതെന്ന് വെച്ചാൽ അപ്പോഴവൾ പറഞ്ഞതെന്ന് വെച്ചാൽ അവൾ മരിച്ചു പോകും, ഞാൻ ഇനി കിടന്നിട്ടും കാര്യമില്ല, മൊത്തം ഡാമേജായി, അതുകൊണ്ട് എൻ്റെ മോളെ നല്ലവർക്ക് നോക്കണം. അപ്പം തന്നെ സരിതയുടെ സഹോദരനെ വിളിച്ചിരുന്നു. സഹോദരൻ ഓടി വന്നിരുന്നു. സഹോദരൻ്റെ കൂടെ കയ്യിൽ പിടിച്ചിട്ട് ഇതായിരുന്നു ഒരേ പറച്ചിൽ. സരിതയ്ക്ക് ഇവൻ ചാടി കഴിഞ്ഞപ്പോഴാണ് മറ്റുള്ളവരെല്ലാം എത്തിക്കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒരാൾ കിണറ്റിനുള്ളിലുണ്ട് ചാടി. അങ്ങനെ അവരും വന്ന് ടോർച്ച് നമ്മൾ പറഞ്ഞാൽ ടോർച്ച് അടിച്ച് നോക്കി. ടോർച്ച് അടിച്ച് കഴിയുമ്പോൾ അയാൾ ഏച്ച് അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് സമാധാനമായി, വേറെ സംഭവിക്കാനില്ലല്ലോ. വെള്ളം ഏകദേശം ഇതുവരെ ഉള്ളായിരുന്നു, 5 അടിക്കകത്ത് വെള്ളം ഉള്ളായിരുന്നു. ഈ കിണറ്റിനകത്ത് അയാൾ നിൽക്കുകയാണ്, അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ സമാധാനമായി. പിന്നെ ഇല്ല, അങ്ങനെയൊന്നും ഒരു സംസാരമേ ഇല്ലായിരുന്നു. അയാൾ ഫയർഫോഴ്സ് വന്ന് പുറത്തെടുത്തിട്ട് ശേഷമാണ് അയാൾ പിന്നെ എന്തൊക്കെ സംസാരിക്കുന്നത്. അതിനു മുമ്പേ സരിതയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അതിനും സരിതയെ ഫസ്റ്റ് തന്നെ കൊണ്ടുപോയി. ഇയാളൊക്കെ അങ്ങനെ കണ്ടതായിട്ട് യാതൊരു ഒരു പരിചയമില്ല. അതാണ് വേറെ സത്യം. അല്ല, കൃത്യമായൊരു വീട് കണ്ടുവയ്ക്കുകയും അല്ലെങ്കിൽ അതാണ്. പക്ഷേ കൊല്ലണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ആയിരിക്കും. ചില സമയങ്ങളിൽ ഒരു ആക്റ്റീവയിൽ ഒരു ഹെൽമെറ്റ് വെച്ച ആൾ ഇവിടേക്ക് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. പക്ഷേ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ആരാണെന്ന് അറിഞ്ഞും കൂടല്ലോ. അത് ഇത്രയും വീടുള്ളതുകൊണ്ട് പിന്നെ എവിടെയെങ്കിലും വന്നതാണെന്ന് നമുക്ക് ചോദ്യം ചെയ്യാനും പറ്റാത്ത ഇതിലായി. പൂർണ്ണമായിട്ട് ദേഹം പൊള്ളലേറ്റ് കിടക്കുകയാണ്, വേറെ തുണി മൂടി കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് ചെന്ന് കണ്ടപ്പോൾ എവിടെ എനിക്ക് മനസ്സിലായി. ഇത് വീടിനകത്താണോ അതോ പുറത്ത് വീടിന് പുറത്താണ്. ഈ ചെന്ന് കണ്ടപ്പോൾ ആളിനെ മനസ്സിലായില്ല. ഈ കിടക്കുന്നത് എൻ്റെ സഹോദരിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അടുത്ത് നിന്ന് അണ്ണൻ്റെ ചോദിച്ചാൽ ഇത് ആരെന്ന് ചോദിച്ചു. അപ്പോൾ അതാണ് സരിത എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ പിടിക്കാൻ വേണ്ടി പോയപ്പോൾ അവർ സമ്മതിച്ചില്ല. അവരാരും സമ്മതിച്ചില്ല. ദാഹം മൊത്തം പൊള്ളി കിടക്കുന്നു, നീ തുടരല്ലേ എന്ന് പറഞ്ഞു. ഇവിടെ ശരീരത്ത് തീയില്ല, പൊള്ളലേ അമർന്നു. തൊലി അങ്ങനെ എല്ലാം കരിഞ്ഞിരിക്കുകയും. ആ കണ്ടപ്പോൾ പിന്നെ എനിക്ക് അങ്ങ് എടുത്ത് നൂത്തിരുത്തണമെന്നൊക്കെ എനിക്കങ്ങ് തോന്നി. അപ്പോൾ അവർ സമ്മതിച്ചില്ല. തുടരല്ലേ, ദേഹം മൊത്തം പൊള്ളിയിരിക്കുന്നു, അമ്മയിൽ നിന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ടു, അല്ലാതെ തുടരല്ലേ തൊലിയൊക്കെ ഇളകി പോകും എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ നിന്നപ്പോൾ തന്നെ വണ്ടി വന്നു. അപ്പോഴത്തന്നെ എടുത്ത് ആംബുലൻസ് കയറ്റിക്കൊണ്ട് പോവുകയാണ്. ആളിങ്ങനെ ഫോൺ വിളി ഉണ്ടായിരുന്നെന്ന് നിരന്തരം ശല്യപ്പെടുത്തണായിട്ടൊക്കെ ഞാൻ അറിയണം. അല്ലാതെ ഇതിന് മുമ്പ് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് യാതൊന്നും ഒരു സൂചനയും ഇല്ല. ഇതിനുപോലെ എനിക്ക് അറിഞ്ഞുകൂടാ, കണ്ടിട്ട് പോലും ഇല്ല. ആ ICയിൽ വെച്ചപ്പോൾ പോലും കണ്ടിട്ടും എനിക്ക് ആളിനെ മനസ്സിലായില്ല. ബിനു എന്ന് പറഞ്ഞ ആളുണ്ട്. അപ്പോൾ എനിക്ക് കൂടെ നിന്ന ഒരാളാണ്, എൻ്റെ കൂട്ടുകാരൻ പയ്യനാണ് പറഞ്ഞ സജീവമായിട്ട് ഇതാണ് മറ്റേ കിണറ്റിൽ കിടന്ന പാർട്ടി എന്ന് പറഞ്ഞു. സഹോദരി പിന്നെ ജോലി ചെയ്യുന്ന സ്കൂളിലാണ് ബിനുവിൻ്റെ കുട്ടികൾ പഠിക്കുന്നത്. ഇന്നലെ പറഞ്ഞാണ് അത് അറിയുന്നത്. അവിടെ ആയായിട്ടാണ് സഹോദരി വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ള പരിചയമായിരിക്കും ചിലപ്പോൾ സംഭാഷണം ഏർപ്പെടുകയോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളിൽ കിടക്കുകയോ ചെയ്തതായിരിക്കാം. അങ്ങനെ ഇവന് മുമ്പ് ഇവിടെ യാസി മെക്കാനിക്കൊക്കെ ആയിരുന്നു എന്നുള്ളതാണ് ഈ സ്കൂളിൻ്റെ. ബിനു എന്ന് പറഞ്ഞു. ബിനുവിന് വേറെ കുടുംബമുണ്ട്. ബിനുവിന് കുടുംബമുണ്ട്, 2 കുട്ടികളൊക്കെ ഉള്ള ആളാണ്. പോലീസ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവൻ്റെ വണ്ടിയിൽ വെട്ടോത്തിയൊക്കെ ഉണ്ടായിരുന്നു. മണലിൽ മുളക് പൊടിയൊക്കെ മണലിൽ മിക്സ് ചെയ്താണ് കൊണ്ടുവന്നത്. ആ കരുതിക്കൂട്ടിയുള്ള ആക്രമണത്തിന് വേണ്ടി തന്നെയാണ്, അതായത് കൊല്ലണമെന്നുള്ള ഉറച്ച തീരുമാനത്തിലൂടെയാണ് വന്നത്. ആയിരിക്കണം വന്നിട്ടുള്ളത്. ഈ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് സഹോദരി മരണപ്പെട്ടിരുന്നു.
ഇല്ല സഹോദരി ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം പിറ്റേന്നാണ് പോയ വഴിക്ക്, അതായത് ആംബുലൻസിൽ ഇവിടുന്ന് കയറ്റിക്കൊണ്ട് പോകുന്നു, ദുരന്തം അറിഞ്ഞ് നിങ്ങൾ അവിടെ ചെല്ലുന്നു, സഹോദരിയെ കയറ്റി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ആ സമയത്ത് എന്തെങ്കിലും നിങ്ങളോട് സഹോദരി പറഞ്ഞിരുന്നു? സഹോദരി പറഞ്ഞെന്ന് പറഞ്ഞാൽ മോളെ നോക്കിക്കൊള്ളണം, എൻ്റെ മരണത്തോടൊക്കെ അടുക്കുന്ന സഹോദരിക്ക് സ്വയം തോന്നിക്കാണും. തോന്നി. അവിടെ വെച്ചാൽ പറഞ്ഞു, ഞാൻ തിരിച്ച് ജീവനോടെ വരില്ല, എൻ്റെ മോളെ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ എത്തിച്ച് ഏറെ ജീവൻ ഉണ്ടായിരുന്നു, ICUവിൽ കൊണ്ടുപോയപ്പോഴും ജീവൻ. ആ സമയത്ത് മൊഴി എന്തെങ്കിലും ഒന്നും പറയാനൊന്നുമില്ല. 30% ആള് പോയി. ഒരു ചെറിയ ഒരു അനക്കം മാത്രമേ ഉള്ളായിരുന്നു. അത്രേ ഉള്ളൂ. മനസ്സിലാക്കാനോ എൻ്റെ ഡോക്ടർ തന്നെ അപ്പോഴെല്ലാം വന്ന് പറഞ്ഞു, പുറത്ത് ഏറ്റ ചൂടിനേക്കാൾ കൂടുതൽ ഉള്ളിലാണ് ഏറ്റേക്കണമെന്ന് പറഞ്ഞു. കിഡ്നിയൊക്കെ അപ്പോഴത്തന്നെ പോയി, ശരീരത്തിൻ്റെ നീര് വന്ന് 2 കിഡ്നിയിലും അടിഞ്ഞ് 2 കിഡ്നിയും പോയി. ഇപ്പോൾ 2 ദിവസം കൊണ്ട് പറയണത് ഞാൻ ബിനു ഇടയ്ക്ക് ഇത്തിരി വിഷമുള്ള ആളാണ്, അവിടെ ലോകത്തൊക്കെ ഇത്തിരി കുഴപ്പമുള്ള ആളാണ് എന്നൊക്കെയാണ് അവൻ. ബിനു അവിടെ ഉള്ള ആൾക്കാരുമായിട്ടൊന്നും അത്ര സഹകരണം ഇല്ലാത്ത ഒരാളാണ്, അവൻ്റെ കൂടെ അങ്ങനെ ആരും സഹകരിക്കണ കൂട്ടത്തിലുള്ള അല്ല എന്നൊക്കെയാണ് പറഞ്ഞത്. സഹോദരിയുടെ ഭർത്താവ് മരിച്ചിട്ട് 13 വർഷമായി. 13 വർഷങ്ങളായി. അന്ന് മുതലേ പ്രത്യേകം തന്നെ താമസിക്കുകയായിരുന്നു? ഒരുമിച്ചായിരുന്നു, ഞങ്ങളുടെ കുടുംബ വീട്ടിലായിരുന്നു. അതിനുശേഷമാണ് അങ്ങോട്ടേക്ക് വിവാഹം കഴിച്ച ശേഷമാണ് അവൾ അങ്ങോട്ട് മാറി. വീട് ഒരു വർഷം ആവേ ഉള്ളൂ അങ്ങോട്ട് മാറിയിട്ട്. 15 വർഷമായി ചേച്ചിയും ഈ മോളും ഉള്ള ലോകത്താണ് ജീവിക്കുന്നത്. ഇങ്ങനെ ഒരു ഇതും ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞില്ല. ചേച്ചി അങ്ങനെ ഭയങ്കര ഒരു സോഷ്യൽ ക്യാരക്ടറൊന്നും അല്ല. ചേച്ചി എല്ലാവരുടെയും ചിരിക്കും, സംസാരിക്കും, ആള് പാവമാണ്. ഇങ്ങനെ ഒരു ഇത് നമ്മൾ ആരും കേട്ടിട്ടില്ല. ഇത് നമുക്ക് ഒരു അതിശയമാണ്, നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മള് എന്ത് പറയാനാണ്, ഞങ്ങൾക്ക് ഇതുവരെ ആ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല ഞങ്ങൾ. ഇപ്പൊ ചേച്ചിയെ കുറിച്ച് അയാൾ അറിഞ്ഞിരിക്കണം, ചേച്ചി ഒറ്റയ്ക്കാണെന്നും ഒരു മോളേ ഉള്ളൂ, അമ്മയാണ്, അമ്മ ഒരു ദുരുദ്ദേശത്തോടുള്ള സമീപനം ആയിരുന്നിരിക്കണമെന്ന് തോന്നുന്നു. കാരണം ചേച്ചി ഒന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഞാനും ചേച്ചി നല്ല ഫ്രണ്ട്ലിയാണ്, പക്ഷെ ഇതുവരെയും ചേച്ചി എന്നോട് ഒരു കാര്യം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ചേച്ചിക്ക് അത്ര കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. ചേച്ചിക്ക് അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവാറില്ല. ചേച്ചി ഒറ്റയ്ക്ക് ജീവിക്കുന്നു, ചേച്ചിയുടെ കാര്യം നോക്കി ചേച്ചി മോളും സന്തോഷമായിട്ട് ജീവിക്കുന്നു. അമ്മയുണ്ട് കൂടെ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബത്തിൽ ഷെയർ ചെയ്യുന്നു. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ചേച്ചി പറഞ്ഞില്ല. എന്തെങ്കിലും ഉണ്ടായിരുന്നിരിക്കണമെന്ന് ഇപ്പൊ തോന്നുന്നു. ആള് ഇവിടുത്തുകാരനാണെന്ന് പോലും തിരിച്ചറിയാൻ നാട്ടുകാർ പോലും മണിക്കൂറുകൾ എടുത്ത്. ആരും കണ്ടിട്ടില്ല ആളിനെ. ചേച്ചി പഠിക്കുന്ന ജോലി ചെയ്യുന്ന സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്നു, അങ്ങനെയാണെന്നൊക്കെ പറയുന്നു. ഇപ്പൊ ആ സ്കൂളിൽ മുന്നേ അയാൾ അവിടെ പണിക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. കേട്ടറിവാണ്, ഒന്നും ആയിരിക്കും. പിന്നെ അതുപോലെ ചേച്ചി പോകുന്ന സ്കൂൾ ബസ്സില് ഈ കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ കുട്ടികൾ പോകുന്ന ചേച്ചിയുടെ ബസ്സിലാണ്. അപ്പം അയാൾ കോണ്ടാക്ട് ചെയ്യാൻ പേരൻസിന് നമ്പർ കൊടുത്തിട്ടുണ്ട്, ആയമാരെ. അപ്പൊ ഒരു കുട്ടികൾ വരാൻ താമസിക്കുമ്പോഴൊക്കെ ആയമാരെ തന്നെയാണ് പേരൻസ് വിളിക്കാറ്. ചേച്ചി പരിചയപ്പെട്ടിട്ടുള്ളത് ആ ഒരു നമ്പർ മുഖേന ചേച്ചിയെ വിളിച്ച് പരിചയപ്പെട്ടു എന്ന് പത്രത്തിൽ കണ്ടാണ് അറിഞ്ഞത്. ഒരു ഫ്രണ്ട്ലി ആയിരുന്നിട്ടുണ്ട്, ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കാണുന്നു. പിന്നെ അയാൾ അതൊരു ദുരുദ്ദേശത്തിൽ പോയപ്പോ ചേച്ചി ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ അല്ല. ഇത്രയും കരുതി കൂട്ടി, അതായത് 5 ലിറ്റർ പെട്രോൾ കൊണ്ടുവരുന്നു, മുളക് പൊടി. ഇത്രയും ശത്രുത എന്താണെന്ന് ഞങ്ങൾക്ക് ഇതുവരെയും മനസ്സിലാവുന്നില്ല. കൊന്നു കളയാനും മാത്രം എന്ത് ശത്രുതയാണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു ഭീഷണി ചേച്ചിക്ക് ഉണ്ടായിരുന്നു എങ്കിൽ അത്രയും കാഷ്വലായി ചേച്ചി ആ ഫോൺ കോൾ ഒന്നും അറ്റൻഡ് ചെയ്യില്ലല്ലോ. ചേച്ചി എപ്പോഴത്തെയും പോലെ സംസാരിച്ചു. പുറത്തിറങ്ങിയപ്പം എങ്കിലും ഒളിച്ചിരുന്ന് ചെയ്തോന്ന് എനിക്കറിയില്ല. പിന്നെ ആൾക്കാര് ഇന്ന് പത്രത്തിലൊക്കെ ഇരിക്കുന്നു, വാക്ക് തർക്കം ഉണ്ടായതിനു ശേഷം അയാൾ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നു.